അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റമളാന് തിങ്കളിൽ ഞങ്ങൾ എല്ലാവരും അത്താലത്ത് എണിക്കിടങ്ങ. ഈ അത്താല ടൈമിൽ ഈ ഒരു ചെറിയ ദിക്റ്, അള്ളാഹുടെ ഈ ഒരു ചെറിയ പേര് 10 വട്ട ആരെങ്കിലും ചൊന്നേണ്ട് കണ്ടെങ്കിൽ അവൻ്റെ സമ്പത്ത് യാറാവിടും, അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ടിക്കട്. ഏതായി ടിക്കട് ആ ദിക്കറിട്ട് ഞങ്ങൾ പഠിക്കുക. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മ താൽമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറസബെക്കിടെ ചൊമ്മ ആൽമാർ ഉള്ളാറ്. അതിരക്കീല് ചൊമ്മ വിഷയ ചൊന്നിട്ടു ദുആർക്കൊണൂട്ട് ഏൽപ്പിച്ചങ്ങ ഉള്ളാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റമളാന് തിങ്കളിൽ ഞങ്ങൾ ഇടയ്ക്കിടെ ഗണിക്കത്തെ എല്ലാ ഇബാദത്തും വലിയ പ്രതിഫലമായിട്ടിക്കടെ ഉള്ളോണ്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ള വിഷയമായിട്ടിക്കടെ. അതേപോലെ വലിയ പ്രതിഫലം കിട്ടേ സുന്നത്തായിട്ടുള്ളൊരു വിഷയമായിട്ടിക്കടെ അത്താല സഹരീൻ ചൊല്ലത്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നൊരു പലക്കുണ്ട്. ഇന്ന ഫിസ്സുഹൂരി അൽ ബറക്ക, അത്താലത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. നിങ്ങൾ അത്താല വെച്ചിട്ട് അത്താല ഉണ്ണുമ്പോൾ അത്താല തിന്നുമ്പോൾ നിങ്ങൾക്ക് വലിയ ബറക്കത്ത് കിട്ടുന്നുണ്ടായിട്ടിക്കടെ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾ പഠിപ്പാടി തന്നത്. മാത്രമല്ല ഈ അത്താലാൻ ചൊല്ലത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഉമ്മത്തിനെ മാത്രം പ്രത്യേകതയായിട്ട് ഇക്കിടന്നിട്ട് ചൊന്നഗണിക്കത്തെ മഹാന്മാർ സമയത്ത് ഉള്ളാറ്. ഈ അത്താലത്തെ ആ ഒരു ടൈം ചൊല്ലത് പ്രധാനപ്പെട്ട ഒരു ടൈമായിട്ട് ഇക്കിട്. ആ ടൈമിൽ ഞങ്ങൾ ദ്വാരക്കുമ്പോൾ ആ ദ്വാരത്തേക്ക് വലിയ ഇജാബത്തായിട്ട് ഇക്കിടുള്ളത്. ആ ടൈമിൽ ഞങ്ങൾ ചൊല്ല ഇസ്തിഗ്ഫാർക്ക് വലിയ മഹത്വമായിട്ട് ഇക്കിടുള്ളത്. ആ ടൈമിൽ ഞങ്ങൾ ജണ്ടറക്കാത്ത തഹജ്ജുദ് നിസ്കരിക്കടാണ് കണ്ടെങ്കിൽ എല്ലാ നാളും ഹിസാബില്ലാണ്ട് ഒരു ചോദ്യമില്ലാണ്ട് നാളെ സ്വർഗത്തേക്ക് കടക്കിടക്കത്തെ ഒരു സുവർണവസരമായിട്ട് ഇവിടെ ഉള്ളോണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയ ഒരു വിഷയമായിട്ട്. അതുകൊണ്ട് അത്താലാൻ ചൊല്ലിയത് വലിയ മഹത്വമുള്ള കടിക്കത്തൊരു ടൈമായിട്ടിക്കടെ. ഞങ്ങിപ്പോൾ ജാവ് കുറേ ലേറ്റായിട്ട് ഇറങ്ങിട്ടിന്നേണ്ട് കണ്ടെങ്കിലും അത്താലത്ത് കെഞ്ചിട്ട് അതാ ഒരു 3 ഈത്തപ്പലമ അല്ലെങ്കിൽ തന്നിയെങ്കിലും കുടിച്ചിട്ട് ആ ഒരു അത്താലത്തെ സുന്നത്ത് ഞങ്ങൾ ആരും മിസ്സാക്കൂ തീരാണ്ടായിട്ടിക്കടെ. മാത്രമല്ല ഈ അത്താലത്തെ ടൈമിൽ ഈത്തപ്പൽ തിന്നകും പ്രത്യേകമായിട്ട് സുന്നത്തുള്ള കണിക്കത്തെ ഒരു വിഷയം കൂടിയായിട്ടിക്കടെ. അത്താല ഉണ്ണുമ്പോൾ പിന്നൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കണായ വിഷയം എന്തെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അത്താല തിന്നുമ്പോത്തുകോ മനസ്സിലൊരു നീയത്ത് പറഞ്ഞ അത്താല ഉണ്ണരാൻ ചൊല്ലണിക്കത്തെ ആ ഒരു നീയത്ത് വെച്ചിട്ട് ഞങ്ങൾ തിന്നരാണ്ട് കണ്ടെങ്കിൽ ആ അത്താലത്തെ എല്ലാ ബറക്കത്തും എല്ലാ പ്രതിഫലവും ഞങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്താലത്ത് കെഞ്ചേണ്ടി കണ്ടെങ്കിൽ ഈ കാര്യമെല്ലാം ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായ ഗണിക്കത്തെ ഒരു വിഷയമായിട്ട്. മാത്രമല്ല അത്താലത്തെ ടൈമിൽ ഞങ്ങൾ ചൊമ്മ ചൊല്ലണായ ദിക്കറെല്ലാം ഉണ്ട്. അതിലൊരു ദിക്കറായിട്ടിക്കടി ഇപ്പം നാ ചൊല്ലത്. ഈ ഒരു ദിക്കർ ഞങ്ങൾ ചൊന്നേണ്ടി കണ്ടെങ്കിൽ ഞങ്ങളെ സമ്പത്ത് യാറാവിടും, ഞങ്ങളെ സമ്പത്തിൽ വലിയ ബറക്കത്തുണ്ടാവിടും ഉണ്ടായിട്ടിക്കട. മാത്രമല്ല ദാരിദ്ര്യം ഞങ്ങൾ ബണ്ടില്ലാണ്ടായിട്ടിക്കട. കാരണം ഒരു മനുഷ്യ ഏറ്റവും പേടിക്കിട കണിക്കത്തൊരു വിഷയമായിട്ടിക്കടെ ദാരിദ്ര്യ ബടത്തനാൻ ചൊല്ലത്. എന്തുമില്ലാണ്ട് സീറോ അവിടെ കണിക്കത്തൊരു അവസ്ഥ ചൊല്ലത്. അതൊരു മനുഷ്യ പേടിക്കിട കണിക്കത്തൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആർന്നില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, അല്ലാഹുവേ ദാരിദ്ര്യത്തിൽ നിന്നിട്ട് നന്റെ നീനെ കാക്കുനോട്ടായിട്ടിക്കടെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി എവിടുത്തോലെന്നെങ്കിൽ കാദൽ ഫഖറു അൻ യകൂന കുഫ്ര, ദാരിദ്ര്യ എത്തിയെത്തിട്ട് ചിലപ്പോൾ അതിലൂടെ ഈമാൻ തപ്പിട്ട് കാഫിറായി പോകുപോലും സാധ്യതയുള്ള എനിക്കെത്തൊരു വിഷയമായിട്ടിക്കടെ ഈ ദാരിദ്ര്യ ഫഖർ തനാൻ ചൊല്ലത് അത്ര ഡേഞ്ചർ ആയിട്ടുള്ള എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാണ്ടാകും, ഞങ്ങളെ സമ്പത്തിൽ വലിയ ബറക്കത്താകും, ഞങ്ങൾ കടത്തിൽ മുങ്ങിപ്പോവാണ്ടിക്കോ, ഞങ്ങളെ ബിസിനസ് എല്ലാം തകർന്നിട്ട് ഞങ്ങൾ സീറോ ആവാണ്ടിക്കോ വേനായിട്ട് ഞങ്ങളെ ആസ്തിയിലും സമ്പത്തിലും കുടുംബത്തിലും
ഹയാത്തിലും മൗത്തിലും ബറക്കത്ത് ഗബേനായിട്ട് മഹാന്മാർ പഠിപ്പാട്ടിയൊരു ദിക്റുണ്ട്. മൻ ഖാല യാ ബാസിത്തു യാ അല്ലാഹ് അശറ മറാത്ത്, ആരെങ്കിലും അത്താലത്ത് എഞ്ചിട്ട് അതാ 10 വട്ട ആരെങ്കിലും ഈ ഒരു ദിക്ർ അള്ളാഹുടെ പേരായിട്ടിക്കടെ, അള്ളാഹുടെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടെണിക്കത്തൊരു പേരായിട്ടിക്കടെ, യാ ബാസിത്തു യാ അല്ലാഹ്, ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരു 10 വട്ട ചൊന്നേണ്ടി കണ്ടെങ്കിൽ വമസ്ഹയദഹു അലാ വജ്ഹി, അങ്ങനെ ചൊന്നിട്ട് അവൻ്റെ മുഖം ഇങ്ങനെ അവന് സവരിയേണ്ടി കണ്ടെങ്കിൽ അതാ അവനക്ക് ദാരിദ്ര്യമുണ്ടാവല്, അവൻ്റെ ആ ഒരു സമ്പത്തിൽ വലിയ ബറക്കത്തുണ്ടാവുണ്ടായിട്ട് മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ ഇടിക്കത്തൊരു വിഷയമായിട്ടിക്കടെ. ഇനി യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു അതിലെ അർത്ഥമേ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വിശാലത ചെയ്യുടെ അള്ളാഹു ഉണ്ടായിട്ടിക്കടെ, യാറ തൻ്റെ വിശാലമാക്കി തൻ്റെ അള്ളാഹു ഉണ്ടായിട്ടിക്കടെ ആ ഒരു പേരിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾ 10 വട്ട ചൊല്ലണുണ്ടായിരിക്കും. ഇപ്പം ഞങ്ങൾ ഔത്തുലുള്ള ഗണിക്കത്തെ പെണ്ണുങ്ങ അങ്ങ് ഹൈലായിട്ട് ഇന്നേണ്ട് കണ്ടെങ്കിലും ആ സമയത്ത് അങ്ങ് അത്താഴത്ത് ഗണിക്കില്ല. എന്തൊക്കെ ബേനായിട്ട് ഔത്തുള്ള മക്കൾക്ക് മാപ്പിളക് ഉമ്മ ബാപ്പക എല്ലാം ഫുഡാക്കോ ബേനായിട്ട് അങ്ങ് ആ സമയത്തിൽ എന്താക്കിടാറ് എണിക്കിടാറ്. അത് വലിയ പ്രതിഫലമുള്ള ഗണിക്കത്തൊരു വിഷയമായിട്ട് ആ സമയത്ത് എഞ്ചിട്ട് ഞങ്ങൾ ബേനായിട്ടുള്ളതെല്ലാം ചൂടാക്കിയിട്ട് വ്യവസ്ഥ ആക്കി തറുമ്പത്തുകോ അതൊക്കെ വലിയ പ്രതിഫലമായിട്ട് ഇക്കിടുള്ളൂ. അതിലൊട്ടിಗೆ അങ്ങ് കൈ പിടിച്ചിട്ട് യാ ബാസിത്തു യാ അല്ലാഹ് യാ ബാസിത്തു യാ അല്ലാഹ് ഈ ഒരു ദിക്ർ 10 വട്ട ചൊല്ലുമ്പത്തുകോ അതാ വലിയ ബറക്കത്തായിട്ടിക്കടെ ഔത്തുള്ള എനിക്കത്തെ മാപ്പിളുടെ സ്വരത്തിലും എല്ലാത്തിലും വലിയ ബറക്കത്തായിട്ടിക്കടെ കിട്ടും. അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഈ ഒരു ദിക്ർ ചൊല്ലുകയും മറക്കുവോ തീരാ. അതേപോലെ മഹാന്മാർ ചൊല്ലാറ് ഇതേ ഒരു ദിക്ർ 72 വട്ട ആരെങ്കിലും ചൊല്ലേണ്ടിക്കണ്ടെങ്കിൽ ഈ 72 വട്ട ചൊല്ലത് അത്താളത്തെ ടൈമിലെ ആവണ്ടില്ല. അങ്ങനെ ചൊന്നേണ്ടി കണ്ടെങ്കിൽ അവൻ ഉദ്ദേശിച്ച കാര്യമെല്ലാം നടക്കുന്നുണ്ടായിട്ട് ആ ഒരു ഇസ്മുക അത്രമാത്രം വലിയ പവറായിട്ടിക്കടുള്ളൂ. യാ ബാസിത്തു യാ അല്ലാഹ് ഈ ഒരു ദിക്ർ നിങ്ങൾ ആരും മിസ്സാക്കിട വേണ്ട. ആ സമയത്തിൽ നല്ല ടൈമായിട്ടിക്കടെ റമദാൻ തിങ്കൾ ഏതായിട്ടും നിങ്ങൾ അത്താഴത്ത് എണിക്കിടങ്ങ. അതുകൊണ്ട് ഈ ഒരു അള്ളാഹുടെ ഇസ്മ നിങ്ങൾ എല്ലാവരും ചൊല്ലുവാനായിട്ടിക്കടെ. അതേപോലെ 1000 പ്രതിഫല കിട്ടുക ഗണിക്കത്തെ, 1000 ദോഷങ്ങൾ പൊറുക്കിട ഗണിക്കത്തെ, 1000 ദറജ ഉയർത്തുക ഗണിക്കത്തൊരു ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഈ ഒരു ദിക്ർ ഇതൊരു 7 വട്ട തഹജ്ജുദിന്റെ സമയത്ത് അത്താഴത്ത് കഴിഞ്ഞ സമയത്ത് 7 വട്ട ചൊന്നേണ്ടി കണ്ടെങ്കിൽ നോപ്പെടുന്ന ചൊന്നടിക്കത്തെ 1000 പ്രതിഫല, 1000 ദോഷങ്ങൾ പൊറുക്കപ്പെട്ട് 1000 പദവിയായിട്ടിക്കടെ ഉയർത്തപ്പെട്ട് മഹാന്മാർ ചൊന്നടിക്കത്തൊരു ദിക്റായിട്ടിക്കടെ. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് ചൊല്ലണിക്കത്തെ ഈ ഒരു ദിക്റും കൂടി ആ തഹജ്ജുദിന്റെ സമയത്ത് അത്താഴത്ത് കഴിഞ്ഞ സമയത്തിൽ ഈ ഒരു ദിക്റും കൂടി ചൊല്ലുക. അതേപോലെ ഞാൻ ചൊന്നുര വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ അത്താഴത്ത് കഴിഞ്ഞ ടൈമിൽ 100 വട്ടെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലോണ്ടായിട്ടിക്കട്. കാരണം പരിശുദ്ധമായ ഖുർആനായിട്ടിക്കട് ഈ ഒരു ദിക്ർ ഞങ്ങൾക്ക് ആ ടൈമിൽ ചൊല്ലുകയായിട്ട് പഠിപ്പാട്ടിയത്. അതാ സ്വാലിഹീങ്ങളുടെ ലക്ഷണമായിട്ട് ഖുർആൻ ചൊന്നത് അങ്ങ് അത്താഴത്ത് കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുവാറുണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ സമയത്തിൽ ഒരു 100 വട്ടെങ്കിലും ഈ ഒരു ഇസ്തിഗ്ഫാർ ഞങ്ങൾ ചൊല്ലണം. അപ്പോൾ ഈ കാര്യമെല്ലാം ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായ ഗണിക്കത്തെ വിഷയമായിട്ടിക്കണം. ഞങ്ങൾ ഏതായിട്ടും അത്താഴത്ത് ഗണിക്കിടങ്ങ ആ സമയത്തിൽ ഈ ദിക്റും കൂടി ഞങ്ങൾ എല്ലാവരും ചൊന്നാണ്ട് കണ്ടെങ്കിൽ അത്ഭുതമായിട്ടിക്കട ഉണ്ടാവരുത്. ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യമായിട്ടിക്കട നടക്കരുത്. ഞങ്ങളുടെ സമ്പത്തിൽ കുടുംബത്തിൽ എല്ലാത്തിലും വലിയ ഐശ്വര്യം വലിയ ബറക്കത്തായിട്ട് കിടക്കിട്ടത് യജമാനനായ റബ്ബ് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഈ കാര്യമെല്ലാം ആക്കുക ജീവിതത്തിൽ കൊമ്പറുക. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കരോടുത്തോളം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾമാർ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ തിങ്കൾ ഗുണകരമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.